നമസ്കാരം. ഈ വാർത്ത എന്താണെന്ന് നോക്കാം. പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് 1 വർഷം. ഇതെന്താണെന്നറിയാമോ ഈ കാണുന്നത്? പെരിയാർ നദിയിലില്ലേ ഈ തെർമോക്കോൾ മത്സ്യങ്ങളിൽ തിരി കൊളുത്തിയിട്ട് ആ പെരിയാർ നദിയിൽ ഒഴുക്കിയേക്കണേന്. നദി എന്ന് പറഞ്ഞാൽ പുഴ. ഓരോ നദികൾക്ക് ഓരോ പേരുണ്ട്. പെരിയാർ നദിയിലാണ്. മത്സ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മത്സ്യം എന്ന് പറഞ്ഞാൽ മീനാണ്. കഴിഞ്ഞ വർഷം ഈ പെരിയാർ നദിയിലെ മീനുകളൊക്കെ ഉണ്ടല്ലോ കൂട്ടത്തോടെ ചത്തുപോയി. ആ പുഴയിൽ നിന്ന് മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ മത്സ്യകൃഷി നടത്തുന്ന കൃഷിക്കാരും ഉണ്ടായിരുന്നു, മീൻ കൃഷി നടത്തുന്ന ആളുകളും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ മീനുകളും ചത്തുപോയി. അത് ചത്തുപോകാൻ കാരണം എന്താണെന്നറിയാമോ? അടുത്ത വ്യവസായശാലകളിൽ നിന്ന് രാസമാലിന്യം ഈ പുഴയിലേക്ക് ഒഴുക്കി. ഈ പുഴയിലേക്ക് ഒഴുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളം, മലിനജലം എന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളമാണ്. അത് ഈ പുഴയിലേക്ക് ഒഴുക്കിയപ്പോൾ ഈ പുഴയിലെ വെള്ളമൊക്കെ ചീത്തയായി. അങ്ങനെയാണ് എല്ലാ മീനുകളും ചത്തുപോയി. അപ്പോൾ അവർക്കൊന്നും കുറേ നഷ്ടം വന്നു. ഈ മത്സ്യകൃഷി നടത്തുന്നവർക്ക് കുറേ നഷ്ടം വന്നിട്ട് അവർക്ക് നഷ്ടപരിഹാരമൊന്നും ആരും കൊടുത്തില്ല. അപ്പോൾ അവരുടെ ഒരു സമരമാണ് ഈ കാണിച്ചേക്കണം. മത്സ്യങ്ങളിൽ തെളിയിച്ച് പെരിയാറിൽ ഒഴുക്കിയേക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു മീനിനെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലിട്ടാൽ എന്ത് പറ്റുമെന്നറിയാമോ? അത് പിടച്ച് ചത്തുപോകും. എന്തുകൊണ്ടാണ് അങ്ങനെ ചത്തുപോകണമെന്നറിയാമോ? എല്ലാ ജീവികൾക്കും ജീവിക്കണമെങ്കിൽ, ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ഈ മീനുകൾക്കും ഓക്സിജൻ വേണം. പക്ഷേ ഈ മീനുകൾക്ക് കരയിൽ ഓക്സിജൻ ശ്വസിക്കാൻ പറ്റില്ല. മീനുകൾക്ക് ശ്വസിക്കണമെങ്കിൽ വെള്ളത്തിൽ ലയിച്ച് ചേർന്നേക്കണ ഓക്സിജനാണ് അവർക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലിടുമ്പോൾ ചത്തുപോണത്. പക്ഷെ നമുക്ക് ഈ കരയിലുള്ള ഓക്സിജൻ അല്ലേ പറ്റുള്ളൂ എല്ലാ ജീവികൾക്കും. പക്ഷെ മീനുകൾക്ക് അത് പറ്റില്ല. മീനുകൾക്ക് വെള്ളത്തിൽ ലയിച്ച് ചേർന്നേക്കണ ഓക്സിജനാണ് ശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മീനുകൾ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലിടുമ്പോൾ ചത്തുകൊണ്ട്. ഇപ്പോൾ ചത്ത എന്താണെന്നറിയാമോ? ഈ വ്യവസായശാലകളിൽ നിന്ന് രാസമാലിന്യങ്ങൾ ഒഴുക്കിയപ്പോൾ ഈ പുഴയിലെ വെള്ളമൊക്കെ ചീത്തയായി പോകും. ഓക്സിജനൊക്കെ തീരെ കുറഞ്ഞു പോയി. അപ്പോൾ മീനുകൾക്ക് ശ്വസിക്കാൻ പറ്റാതെ ഒക്കെ പിടച്ച് ചത്തുപോയതാണ്.